ഇല്ല ഇല്ല, ഡിഫറെന്റ് തന്നെയാണ്. ഞാൻ ആ ക്യാരക്ടർ അല്ല. നമ്മൾ കാണുന്നതാണല്ലോ ആ ഒരു റോൾ എന്ന് പറയുന്നത്. സോ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം നമ്മൾ കാണുന്ന റോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറയാലോ. കാരണം നമ്മൾ ഇത്രയും കാലം ഒരു ഡ്രീം, ഞാൻ ശരിക്കും മൂവി എന്നൊരിത് വേണമെന്ന് ആഗ്രഹിക്കാന്നല്ലാണ്ട് അതിനുവേണ്ടി ഒരു വർക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ടിങ് വെച്ചാൽ മോൺ ആക്ട്, ഡ്രാമ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ഫീൽഡിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറയാ ഒരു ഡ്രീം പോലെ. അതെ, ആ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഞാൻ കാരണം ഒരു ഷൂട്ട് ലാഗ് ആവാന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ പരമാവധി എൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയിരിക്കണം, ഞാൻ സ്വന്തം വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരിക്കലും നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് അല്ല. ശരിയാ, അങ്ങനെ പഠിച്ചിട്ടുണ്ട് പറയാൻ. ഞാൻ ടെൻഷൻ അടിച്ച ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ ടേക്കിൻ്റെ കേസിലേക്കാട്ടും ഞാൻ ആലോചിച്ചത് എനിക്കൊരു ഫുഡ് പോയ്സൺ അടിച്ചായിരുന്നു. ഇതിന് ഷൂട്ടിനല്ലേ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് എന്തൊക്കെയോ എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള സമയത്ത് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതും ഇരുന്നല്ല അഭിനയിക്കേണ്ടത്, ഓടി അഭിനയിക്കണം. ഫുഡ് പോയ്സൺ അത് വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അന്ന് എൻ്റെ ഷോട്ട് മാത്രമേ ഉള്ളൂ, എൻ്റെതും ഉണ്ട്, അത് കഴിഞ്ഞ കൈലാസ് സാറിൻ്റെ ഉണ്ട്. സോ ഉച്ചവരെ എൻ്റെതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഒരു 2 lakhs നഷ്ടം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. ഹലോ എവരിവൺ, ഈ മാസം റിലീസിന് ഒരുങ്ങുന്ന ഇഷ്ടരാഗ എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ് ആദിത്യ, വെൽക്കം ടു മാജിക് മീഡിയ. അപ്പൊ ആദിത്യ എങ്ങനെ സിനിമയിലോട്ട് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ മോണാക്ട് ചെയ്യും. മോണാക്ട് പിന്നെ ഡ്രാമ ഇതൊക്കെ ചെയ്ത ഒരാളാണ്. സോ ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഇരുന്നൊരു മിസ്സാണ് എന്നെ സജസ്റ്റ് ചെയ്തത് സാറിൻ്റെ അടുത്ത്. അവൻ മിസ് ഗുരു തന്നെയാണ് ഇത് സിനിമയിലോട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെ മോണാക്ട് ഒക്കെ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്ത ഒരാളാണോ? ആദ്യം മുതൽ വെച്ചാല് ചെറുപ്പം മുതലേ? ഞാൻ 3rd സ്റ്റാൻഡേർഡിലാണ് എന്റെ ഫസ്റ്റ് ഡ്രാമ ചെയ്യുന്നത്. സോ ആക്ടിങ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അപ്പൊ മുതലേ സിനിമയിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഇതിന്റെ ക്യാരക്ടർ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ഉണ്ട്, പിന്നെ ഒരു പാരന്റ്സിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അതുകൊണ്ട്, പിന്നെ കുറെ ഇപ്പത്തെ കുട്ടികളിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള കുറെ കുട്ടികളെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ അത് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ലൈക്ക് ഇപ്പൊ ആദിത്യമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ ക്യാരക്ടറായിട്ട്? ഭയങ്കര സിമിലാരിറ്റീസ് ഒക്കെ തോന്നിയായിരുന്നോ പല കാര്യങ്ങൾക്കും? ഇല്ല, ഡിഫറെന്റ് തന്നെയാണ്. ഞാൻ ആ ക്യാരക്ടർ അല്ല. അപ്പൊ ആ ക്യാരക്ടറിലോട്ട് മാറിയപ്പോ ഭയങ്കര എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തായിരുന്നോ? ഇല്ല, കാരണം നമ്മൾ കാണുന്നതാണല്ലോ ആ ഒരു റോൾ എന്ന് പറയുന്നത്. സോ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം നമ്മൾ കാണുന്ന റോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ മൂവി അല്ലേ അതിലെ, അതിൽ തന്നെ ഒരു നായികയായിട്ട് വരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അവസരം കിട്ടിയപ്പോ ഉണ്ടായിരുന്നു? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അവസരം കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറയാലോ. കാരണം നമ്മള് ഇത്രയും കാലം ഒരു ഡ്രീം, ഞാൻ ശരിക്കും മൂവി എന്നൊരിത് വേണമെന്ന് ആഗ്രഹിക്കാന്നല്ലാണ്ട് അതിനുവേണ്ടി ഒരു വർക്ക് ചെയ്യാൻ ചെയ്തിട്ടില്ല. അപ്പൊ ആക്ടിങ് വെച്ചാൽ മോൺ ആക്ട്, ഡ്രാമ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ഫീൽഡിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറയാ ഒരു ഡ്രീം പോലെ. അതെ, ആ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ മോൺ ആക്ട് ചെയ്യുമ്പോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇപ്പൊ പറഞ്ഞല്ലോ ഡിഫറെന്റ് ആയിട്ടൊരു സൈഡാണ് ഈ മോൺ ആക്ട് ഡ്രാമ എന്നൊക്കെ. അപ്പൊ അത് സിനിമയിലോട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നിയായിരുന്നോ അതിലോട്ട്, ആ ഒരു രീതിയിലോട്ട് മാറാനപ്പോ? എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. പക്ഷെ ചേഞ്ചസ് ഉണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡ്രാമ ചെയ്യാന്ന് വെച്ചാൽ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് തന്നെ കാണിക്കണം കുറെ കാര്യങ്ങൾ. ഇപ്പൊ കരച്ചിലായാലും ചിരിയായാലും അതായത് നമ്മൾ ഇപ്പൊ എന്നതിനെക്കാട്ടും ഒരു ഡബിൾ മടങ്ങ് നമ്മൾ അവിടെ വെക്കണം ഡ്രാമ എന്ന് പറഞ്ഞാൽ. ഇതേ മോണാക്ടിലേക്ക് വരുമ്പോൾ അതേ കേസ് തന്നെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആ ഡബിൾ മടങ്ങ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് വരുവാണ്.
എന്ത് കൂടിയാലും അതൊരു ബോറാവും. സോ അതൊക്കെ പരിഗണിക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് കുറച്ച് പാടുണ്ടായിരുന്നു അല്ലേ? പാട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അത് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് സെറ്റ് ചെയ്യാൻ അങ്ങോട്ട് എല്ലാം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇപ്പം പൊതുവെ ഈ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിലൊക്കെ വരുമ്പോ മീൻസ് മൂവിയിലേക്ക് വരുമ്പോ ചിലർക്ക് പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്, ടെൻഷനൊക്കെ ഈ തെറ്റിപ്പോവോ അല്ലെങ്കിൽ ടേക്ക് പോവോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ? ടേക്ക് പോകുന്ന ഇഷ്യൂസ് പരമാവധി ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം ഞാൻ കാരണം ഒരു ഷൂട്ട് ലാഗ് ആവാന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ പരമാവധി എന്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയിരിക്കണം ഞാൻ സ്വന്തം വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടില്ല അതൊന്നും ഞാൻ പറയത്തില്ല. ഒരിക്കലും നമ്മളൊരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ടിങ് കയറുമ്പോൾ ഒരിക്കലും ഒരാളും പെർഫെക്റ്റ് അല്ല. ശരിയാ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പറയാ ടെൻഷൻ ഉണ്ടായിരുന്നോ? ലൈക്ക് ഓരോ സമയത്ത് ടേക്ക് വല്ലതും പോവാണെങ്കിൽ അയ്യോ എന്നെ ചീത്ത പറയോ അങ്ങനെ വല്ല ടെൻഷൻ? ഞാൻ ടെൻഷൻ അടിച്ച ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ ടേക്കിന്റെ കേസിലേക്കാട്ടും ഞാൻ ആലോചിച്ചത് എനിക്കൊരു ഫുഡ് പോയിസൺ അടിച്ചായിരുന്നു. ഇതിന് ഷൂട്ടിന്റെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ എനിക്ക് എന്തൊക്കെയോ എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ള സമയത്ത് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതും ഇരുന്നല്ല അഭിനയിക്കേണ്ടത്, ഓടി അഭിനയിക്കണം. ഫുഡ് പോയിസൺ അത് വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അന്ന് എന്റെ ഷോട്ട് മാത്രമേ ഉള്ളൂ, എന്റേത് കൊണ്ട് അത് കഴിഞ്ഞ കൈലാസ് സാറിന്റെ ഉണ്ട്. സോ ഉച്ചവരെ എന്റേതാണ്. അപ്പൊ അത് ഞാൻ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഒരു 2 lakhs നഷ്ടം അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. കാരണം അങ്ങനെ ഒരു സാറിന് ജെയിംസ് സാറിനെ ഞാൻ കാണുന്നുണ്ട്. ജെയിംസ് സാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സാർ ഇങ്ങനെ ഓരോരോ കാര്യം വന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ സാറിന് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് തന്നെ. അയ്യോ ഞാൻ കാരണം സാറിന് ഒരു ദിവസം പോയത്. അന്ന് വോമിറ്റിംഗ് ഉണ്ടായിട്ടും ഞാൻ ട്രൈ ചെയ്തായിരുന്നു. സാറിന് ടിപ്സ് ഒക്കെ കിട്ടിയായിരുന്നോ? എങ്ങനെ സാറിന് ടിപ്സ് ഒക്കെ കിട്ടിയായിരുന്നു ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും? കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇല്ലെന്ന് പറയാനില്ലല്ലോ. സാറിൻ്റെതായ പിന്നെ രവി സാർ മെൻഷൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. സാറിന്റെ അടുത്തൊന്നും രവി സാർ എന്ന് പറയുന്നത് ക്യാമറ അങ്ങനെയുള്ളവരാണ്. സോ സാറ് എനിക്ക് ഹൈറ്റിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്ത് മുഴുവൻ സ്റ്റൂൾ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു ക്രെഡിറ്റ്സ് എനിക്കുണ്ട്. അല്ല ഹീൽസ് ആണോ സ്റ്റൂള് വെച്ചിട്ടുണ്ടായിരുന്നു? അതിന് മുകളിൽ കയറി നിൽക്കുമ്പോ എങ്ങനെ കംഫർട്ടബിൾ ഒക്കെ ആയിരുന്നോ? കംഫർട്ടബിൾ ആയല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇല്ലാത്തൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ. അപ്പൊ രവി സാർ അതൊരു ഫണ്ണി ആയത്. சார் தமிழ் அவர் எல்லாமே ஓகே அந்த ஹைட் மட்டும் கடவுள் தெரியல உனக்கு அவரு ஓகே சார். അപ്പൊ എന്നാലും വെറൈറ്റി അല്ലേ സ്റ്റോളിന് വണ്ടി കയറിയിട്ട്? കുറച്ച് മുന്നേ ഒരു ഇന്റർവ്യൂല് ജെയിംസ് സാർ എന്നെ സത്യം പറഞ്ഞ കളിയാക്കിയതാണ്. ഇവൾക്കൊരു വലിയൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവള് അഭിനയിച്ച മുഴുവൻ ത്രൂ ഔട്ട് സ്റ്റൂള് വെച്ചിട്ടായിരുന്നു സാർ. ശരിയാ, എന്നാലും പക്ഷെ വെറൈറ്റി ആണല്ലോ സ്റ്റോളിന്, അഭിമാനത്തോടെ പറയണത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സിനിമയിലാണെങ്കിൽ കൈലാഷ് ചേട്ടൻ, ഉണ്ണിച്ചേട്ടൻ പോലെ കുറച്ച് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് വൈസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ഒരു ആക്ടറിനെ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു ആക്ടറിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു നമ്മൾ എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്, അതും ആക്ട് ചെയ്യാനാണ് പോകുന്നത്. ജസ്റ്റ് ഒരു മീറ്റ് ഔട്ട് അല്ല അവിടെ നടക്കാൻ പോകുന്നത്, അവിടെ ഒരു ആക്ടിങ് ആണ് നടക്കാൻ പോകുന്നത്. സോ ഭയങ്കരമായിട്ട് ഞാൻ ഓക്കെ ഇവരുടെ അടുത്ത് എന്നെ ഒരിക്കലും ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, എങ്ങനെയാണ് ഇതിന് നല്ല ഭയങ്കര ടെൻഷൻ. പക്ഷെ ആ സമയത്ത് ഉണ്ണിച്ചേട്ടനായാലും പോലും കലാസാറായാലും പോലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കലാസാറിനൊക്കെ വിചാരിക്കും ഭയങ്കര സീരിയസ് വ്യക്തിത്വമുള്ള ഒരാളാണ്. ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ആവശ്യത്തിന് സീരിയസ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആക്ടിങ് ലെവൽ അവിടെ റോള് ആയിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് കടക്കണം. അതിന്റെ മുന്നേ ഇവിടെ ഇരുന്നിട്ട് നമ്മളെ ചിരിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കും. അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കംഫർട്ടബിൾ ആക്കാൻ പിന്നെ ഉണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേസിങ് ആക്ടർ. കാരണം ഞാൻ കലാസാറിനെ കുറിച്ച് 2 ഷോർട്ട് ലൈൻ സാറിന്റെ കൂടെ ഉള്ളൂ, പക്ഷെ ബാക്കി മുഴുവൻ എന്റെ അച്ഛൻ ക്യാരക്ടറാണ് ഉണ്ണിച്ചേട്ടൻ ചെയ്തത്. സോ അതിൻ്റെതായ ഇപ്പൊ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടന്റെ ആക്ടിങ് വെച്ചാല് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചു ഒരു ആക്ടറാണ്. കാരണം നമ്മളിങ്ങനെ നോക്കി നിന്നുപോയി. ഭയങ്കര അച്ഛൻ റോള് ആകുമ്പോള് ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കണം, നമ്മുടെ ഒപ്പം നന്നായിട്ട് ആ ഒരു
ഒരു അച്ഛൻ എന്നുള്ള ഒരു റോളിലോട്ട് വരുമ്പോ വേറെ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ഫീലും ഭയങ്കര കംഫർട്ടബിൾ ഒക്കെ ആയിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ ഒപ്പം. തീർച്ചയായിട്ടും ആണ്. ആള് ഇപ്പൊ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് കൂളായിട്ട്, കാരണം എനിക്ക് ആക്ച്വലി ഞാൻ മിണ്ടുന്നതിന് മുന്നേ അവർ എന്റെ അടുത്ത് വന്ന് കാരണം ഞാൻ മിണ്ടാത്ത റീസൺ ജാടയൊന്നല്ലേ, അതായത് നമുക്കൊരു പേടി വേണം പറയാം. കാരണം ഒരു സീനിയർ ആക്ടറാണ് ഞാൻ, ഇതിൽ എന്താന്ന് എനിക്ക് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. ഞാൻ പോയി മിണ്ടാവോ, ഞാനിങ്ങനെ നിൽക്കാം, അപ്പൊ ഇതാണ് എന്റെ മോളായിട്ട് അഭിനയിക്കുന്നതോ, എന്റെ മോള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ എങ്ങനെ ഇനിയിപ്പോ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവസരങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. മൂവി ഇറങ്ങാത്തോണ്ട് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ഈ മൂവിയുടെ ശേഷം ഇനി പുതിയ പുതിയ പ്രൊജക്ട്സ് അങ്ങനെ അല്ലെ, മൂവിയിൽ ഇനിയും അഭിനയിക്കണമെന്ന് ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവസരങ്ങൾ കിട്ടിയാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ്? എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചില ക്യാരക്ടേഴ്സ് വരുമ്പോ അത് എനിക്ക് ഓക്കെ ആണോ എന്ന് ഞാൻ അന്വേഷിക്കണം. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഒരു നല്ല ചാൻസ് വരികയാണ്, തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമയും റിലീസിനൊരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് മെയ് 24 മൂവി ഇറങ്ങുകയാണ്. ആ ഒരു പുതുമുഖം എന്ന നിലയിൽ നമുക്ക് നമ്മളായ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അതെ നിൽക്കുക, ഞങ്ങളെ കൂടെ തന്നെ നിൽക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളത്. കാരണം ബാക്കിയെല്ലാം ഓഡിയൻസിന്റെ കയ്യിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി ഭയങ്കര വൺ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അത് മാത്രല്ല ഇപ്പൊ ആദിത്യക്കും ഇനി അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.